ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു ഫുഡ് വൈബ്സ്. അപ്പോൾ ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ തേങ്ങയുടെ ഈ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്രയും തേങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നും പിന്നെ അതേപോലെ ഇവിടെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് നാട്ടിൽ നിന്ന് തേങ്ങ നമ്മൾ കൊണ്ടുവരാറ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നാട്ടിൽ നിന്ന് നമ്മൾ തേങ്ങ, അതായത് ഫ്രഷ് തേങ്ങ പൊട്ടിച്ചിട്ട് ചിരകും. നന്നായിട്ട് ചിരകി കഴിഞ്ഞിട്ട് അപ്പം തന്നെ, അതായത് ചിരകിയ ഉടനെ തന്നെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ സിപ്ലോക്ക് ബാഗ്സ് ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകും. എന്നിട്ട് ഈ സിപ്ലോക്ക് ബാഗ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ നാട്ടിൽ ഫ്രീസറിൽ എടുത്തു വയ്ക്കും. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒരു 4-5 സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ചെറിയ ചെറിയ ബാഗ്സിലാക്കിയിട്ട് എടുത്തു വയ്ക്കും. ഒരു 1-2 വലിയ സിപ്ലോക്ക് ബാഗിലാക്കി കൊണ്ടുവരുന്നതിനേക്കാളും നമുക്ക് എപ്പോഴും സുഖം ഇങ്ങനത്തെ ചെറിയ ചെറിയ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ സിപ്ലോക്ക് ബാഗ് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കണം. അപ്പോൾ ആ സമയത്ത് വലിയ സിപ്ലോക്ക് ആണെങ്കിൽ ഒരു ഫുൾ തേങ്ങയും നമ്മൾ പുറത്തേക്ക് എടുത്തു വെക്കണം. ഇതാകുമ്പോൾ കുറച്ചല്ലേ നമ്മൾ പുറത്തേക്ക് എടുത്തു വെക്കുന്നുള്ളൂ. ബാക്കി അങ്ങനെ ഫ്രീസറിൽ ഫ്രോസൺ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ കണ്ടോ, 5 പാക്കറ്റ് തേങ്ങ ഉണ്ട്. അതായത് ഏകദേശം ഒരു 10-15 തേങ്ങയോളം വരും. പിന്നെ ഇതേപോലെ കുറച്ച് വറുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറോ നല്ല ബ്രൗൺ കളറിൽ എന്ന് പറയില്ലേ, നല്ല ബ്രൗൺ ആയിട്ട് വറുത്തിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടില്ലാതെ നമുക്ക് ഈ തേങ്ങ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു 6 മന്ത്സിൻ്റെ മുകളിൽ എങ്ങനെയും ഇരിക്കും കേടുവരാതെ. ഇത് പക്ഷേ ഫ്രോസൺ ആവില്ല. ഇതിങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ തന്നെ പറ്റും. അതായത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലും ഇത് കട്ട പിടിക്കില്ല. ലൂസായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ഏത് രീതിയിൽ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ തേങ്ങ, അതായത് ഫ്രഷ് തേങ്ങ നമ്മളെപ്പോഴും ചെറിയ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് കൊണ്ടുവരികയാണ് നല്ലത്. എന്നിട്ട് അവിടുന്ന് പോരുന്ന അന്ന് രാവിലെ അല്ലെങ്കിൽ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മാത്രം ഫ്രീസറിൽ നിന്ന് ഇതെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനത്തെ ക്യാരി ബാഗ്സ് കൊണ്ടുപോകും. അതായത് ഹോട്ട് പാക്ക് കോൾഡ് പാക്ക് നമ്മൾ പറയില്ലേ, അതാണ് ഈ സാധനം. അപ്പോൾ ഇതിൽ തണുപ്പുള്ള സാധനം വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ ബാഗ്സ് കൊണ്ടുപോയിട്ട് ഇതിൽ ഈ ഫ്രോസൺ തേങ്ങ നമ്മൾ പോരുമ്പോൾ ആ സമയത്ത് എടുത്ത് ഇതിലേക്ക് വെക്കും. എന്നിട്ട് അത് അങ്ങനെ പെട്ടിയിൽ ലഗേജിലിട്ടിട്ട് കൊണ്ടുവരികയാണ് ചെയ്യാറ്. ഇതാണ് ആ ബാഗ്. അതിൻ്റെ ഉൾവശം ഇതാ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ തണുത്ത സാധനങ്ങളൊന്നും വെച്ച് കൊണ്ടുവന്നാൽ ഒട്ടും കേടാവാതെ ഇരിക്കും. പിന്നെ ഇത് വാഷബിളാണ്. നമുക്ക് എന്തെങ്കിലും ഇതിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പിക്കിളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലും കൂടെ വെച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ലീക്കാവുക അങ്ങനെ എന്തെങ്കിലും സാധാരണ അങ്ങനത്തെ ഇഷ്യൂസ് വരാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ബാഗാണ്. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇത് ലുലുന്നാണ് വാങ്ങിയത്. ഇങ്ങനത്തെ 2 ബാഗ് കൊണ്ടുപോയിട്ട് അതിലാണ് നമ്മൾ ഈ തേങ്ങ ആക്കിയിട്ട് കൊണ്ടുവരാറുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഫ്രീസറിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യും. എനിക്കിതൊരു ഏകദേശം ഒരു 3-4 മാസത്തോളം ഈ തേങ്ങ കേട് വരാതെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ആ ഒരു സിപ്ലോക്ക് ബാഗ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യമുള്ള തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തിരിച്ച് ഫ്രീസറിലേക്ക് വെക്കുകയും വേണം. പിന്നെ ബാക്കി ഇവിടുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലുലുന്ന് മുഴുവൻ തേങ്ങ വാങ്ങും. എന്നിട്ട് ചിരകുന്ന ഒരു മെഷീനുണ്ട് എൻ്റെ കയ്യിൽ. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് വെച്ചിട്ട് തേങ്ങ ചിരകിയിട്ട് ഇപ്പോൾ ഒരു 4-5 തേങ്ങ നമ്മൾ ഒന്നിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ചിരകി സിപ്ലോക്ക് ബാഗിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ചിരകിയ തേങ്ങ വാങ്ങുമ്പോൾ ചില സമയത്ത് പെട്ടെന്ന് കേടുവന്ന് പോകാറുണ്ട്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. നമ്മളൊരു മുഴുവൻ തേങ്ങ വാങ്ങി ചിരകുന്നതിനേക്കാളും എപ്പോഴും ക്വാണ്ടിറ്റി കുറവായിരിക്കും നമുക്ക് ചിരവിയ തേങ്ങ നമ്മൾ വാങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് തേങ്ങ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് 2 ഫ്രീസർ സേഫ് ടപ്പർ വെയറിൻ്റെ 2 പാത്രങ്ങളാണ്. അപ്പോൾ ഇതിലാണ് പിന്നെ ഞാൻ തേങ്ങ ഇട്ട് വയ്ക്കാറ്. ഇതുണ്ട്, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബാക്കിയിരിക്കുന്ന വറുത്ത തേങ്ങയാണ്. ഇത് കഴിഞ്ഞാൽ ഇത് കഴുകിയിട്ട് ഇതിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ ഇട്ട് വയ്ക്കും. അതേപോലെ ചെറിയ സിപ്ലോക്ക് ബാഗ്സിൽ ഒരു പകുതിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഇതിലേക്ക് മാറ്റും. എന്നിട്ട്
ഈ പാത്രമാണ് പിന്നെ പുറത്തേക്ക് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ ഈ 2 പാത്രങ്ങളാണ് പിന്നെ ഞാൻ ഫ്രീസറിൽ യൂസ് ചെയ്യാറുള്ളത് തേങ്ങ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ടപ്പർ വെയറിൻ്റെയാണ് രണ്ടും. അതേപോലെ തന്നെയാണ് വെളിച്ചെണ്ണയും കൊണ്ടുവരാറുണ്ട് ഞാൻ. ഇത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനത്തെ ക്യാനിലാക്കിയിട്ട്, അതല്ലെങ്കിൽ പാക്കറ്റ്സ് ഉണ്ടല്ലോ, ഏതായാലും കുഴപ്പമില്ല, അത് വാങ്ങിയിട്ട് നമ്മൾ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നാക്കിയിട്ട് കട്ടിയാക്കും. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ കട്ടിയാക്കിയ വെളിച്ചെണ്ണ നമ്മൾ ഇതേപോലെ തന്നെ ഈ ബാഗിൽ തന്നെ വെച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അതായത് തേങ്ങ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ വെളിച്ചെണ്ണയും നമ്മൾ എടുത്തു വയ്ക്കാറ്. അപ്പോൾ അത് കട്ടിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ലീക്കാവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.